Web programming using PHP. PHP lab programs are discuss ചെയ്യുന്നത്. Create a login page using database. Login page database ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഒരു ലോഗിൻ പേജ് ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും ഡിസൈൻ ചെയ്യാൻ ഒരു യൂസർ നെയിം അതിന്റെ ടൈപ്പ് ചെയ്യാൻ ഒരു കോളം പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ഒരു കോളം സബ്മിറ്റ് ക്യാൻസൽ സോ അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി ലോഗിൻ ടു ദ ഡാറ്റാബേസ് എന്നൊരു മെസ്സേജ് വരണം അത്രയേ ഉള്ളൂ കണക്ട് ചെയ്യാം ഡാറ്റാബേസ് ഓപ്പൺ ആയി വരണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം ആ ഡാറ്റാബേസിൽ ഒരു ടേബിൾ വേണം ആ ടേബിളിൽ എന്തുണ്ടായിരിക്കണം കുറച്ച് യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കണം നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് യൂസർ നെയിമും മാച്ച് ആവുണ്ടോ ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്യണം അതിനുശേഷമാണ് ഇത് പ്രിന്റ് ചെയ്ത് തരേണ്ടത് ഓക്കെ അതെ നോക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം ഓക്കെ ലോഗിൻ പേജ് കേട്ടോ ഇതാണ് ലോഗിൻ പേജ് ഡിസൈൻ വിൻഡോ യൂസർ നെയിം ടൈപ്പ് ചെയ്യാം പാസ്വേഡ് ടൈപ്പ് ചെയ്യാം ലോഗിൻ ക്ലിക്ക് ചെയ്യാം ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്യണം ഡാറ്റാബേസിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ട് അത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം താഴെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് വരണം അത്രേ ഉള്ളൂ കണക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരണം ദാറ്റ്സ് ഓൾ ഇതാണ് ഡിസൈൻ വിൻഡോ ഈ ഫസ്റ്റ് കണ്ടന്റ് യൂസർ നെയിം ഇൻപുട്ട് ടൈപ്പ് HTML പ്യൂർ ഡിസൈൻ നമുക്ക് കോഡ് നോക്കാം പ്രോഗ്രാമിന്റെ കോഡ് അതായത് HTML കഴിഞ്ഞിട്ട് വരുന്ന കോഡ് PHP കോഡ് പോസ്റ്റ് വെച്ച് ഡാറ്റ റീഡ് ചെയ്തു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് വെച്ച് ഡാറ്റ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തി യൂസർ റീഡ് ചെയ്ത് യൂസർ 1 റീഡ് ചെയ്ത് പാസ്വേഡ് എന്ന രൂപത്തിലുള്ള ഒരു വേരിയബിൾ ഇപ്പോൾ രണ്ട് വേരിയബിൾക്കും ഡാറ്റ കിട്ടും യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത കണ്ടന്റ് യൂസർ നെയിം യൂസർ 1 എന്നുള്ള ഡാറ്റയ്ക്ക് സ്റ്റോർ ചെയ്യും അതുപോലെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾക്കും ഡാറ്റ കിട്ടും ഓക്കെ ഇനി കണക്ട് ചെയ്യണം ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യാം യൂസിങ് കണക്ഷൻ സ്ട്രിംഗ് PG_connect ലോക്കൽ ഹോസ്റ്റ് is equal to ലോക്കൽ ഹോസ്റ്റ് DB name is equal to കോളേജ് നമ്മുടെ കോളേജ് എന്ന ഡാറ്റാബേസ് ഓപ്പൺ ആക്കണം ഓക്കെ അതുപോലെ യൂസർ is equal to Postgres പാസ്വേഡ് is equal to gems ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരുന്ന പാസ്വേഡ് അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു കണക്ഷൻ പോസിബിൾ ആണ് ആണോ നമ്മൾ നോക്കണം കാരണം ഡാറ്റാബേസ് പോയി ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനെ ഒരു കോളേജിന്റെ ഡാറ്റാബേസ് ഉണ്ടോ ചെക്ക് ചെയ്യണം നമ്മൾ ഉള്ളത് നമ്മൾ ഉണ്ടാക്കണം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാൻ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ പറഞ്ഞില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കോഡ് എഴുതേണ്ട ആവശ്യമില്ല യൂസർ ഫ്രണ്ടിൽ അതായത് ഇന്റർഫേസ് ഉപയോഗിച്ച് നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാം ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡാറ്റാബേസ് പോയി നോക്കാം അവിടെ ഉണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ലോക്കൽ ഹോസ്റ്റ് അല്ലെ നമ്മുടെ സെർവറിൽ ഡാറ്റ പിക്ക് ചെയ്യുന്ന ലോക്കൽ ഹോസ്റ്റിലാണ് അല്ലെ താഴെ ഗോ ടു PHP admin ഇതാണ് ബാക്ക് എൻഡ് ക്ലിക്ക് ചെയ്യാം യൂസർ നെയിം പോസ്റ്റ്ഗ്രസ് പാസ്വേഡ് ഡാറ്റാബേസിന്റെ പാസ്വേഡ് ജെംസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് GEMS ഓപ്പൺ ഈ ഡാറ്റാബേസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡാറ്റാബേസിൽ കോളേജ് എന്ന ഡാറ്റാബേസ് ആണ് ഇവിടെ നോർമൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഡാറ്റാബേസ് ഓപ്പൺ ആക്കി നോക്കാം ആ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ എങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കാം മനസ്സിലാക്കി വെക്കുക എങ്ങനെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഡാറ്റാബേസിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും ടേബിൾ പബ്ലിക് ആണ് യൂസ് ചെയ്യുന്നത് സോ പബ്ലിക് ടേബിളിൽ എങ്ങനെ ഡാറ്റ ആക്സസ് ചെയ്യാം പബ്ലിക് ആയി കൊടുത്താൽ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ ഓപ്പൺ ചെയ്ത കോളേജ് എന്ന ഡാറ്റാബേസ് അതിൽ ഇത്രയും ടേബിൾസ് ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിൾ ലോഗിൻ എന്ന് പറഞ്ഞ ടേബിളാണ് ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ ആ ടേബിളിൽ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്യണം ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കി അതൊക്കെ ഡാറ്റ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ജസ്റ്റ് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ അതിൽ ഡാറ്റ ഉണ്ടല്ലോ 4 റോസ് ഉണ്ട് 4 ഡാറ്റ രാജു മൻകട അർജുൻ രാമപുരം റാണി മലപ്പുറം കമല വേങ്കര ഇങ്ങനെയുള്ള ഒരു യൂസർ ഐഡിയും അതിന്റെ പാസ്വേഡും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് ഇതിൽ ഏത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ രാജുവിന് കൊടുത്ത ശേഷം രാമപുരം കൊടുത്താൽ ആക്സെപ്റ്റ് ചെയ്യില്ല ഇത് രണ്ടും ഇതിലുണ്ടായാൽ മാത്രം പോലെ മാച്ച് ചെയ്യും വേണം രാജു എന്നുള്ള യൂസർ നെയിമിന് മങ്കട എന്നുള്ള പാസ്വേഡ് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക ഓക്കെ അപ്പൊ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യണം ഡാറ്റ ഓൾറെഡി ഇനിയാണ് നമ്മുടെ പ്രോഗ്രാം നോക്കുന്നത് സോ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും ഇഫ് കണക്ഷൻ ഓക്കെ ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്ത് തരിക കണക്ഷൻ സക്സസ്ഫുള്ളി കണക്ട് എന്ന മെസ്സേജ് വരും അവിടെ കൊടുത്തിട്ടുണ്ട് സക്സസ്ഫുള്ളി കണക്ട് കൊറി എക്സിക്യൂട്ട് ചെയ്ത് ഏത് കൊറിയ സെലക്ട് യൂസർ നെയിം പാസ്വേഡ് ഈ 2 കോളം പിക്ക് ചെയ്യണം ആ ടേബിൾ എത്ര കോളം ഉണ്ടായിരിക്കട്ടോ പക്ഷെ നമുക്ക് ആവശ്യമുള്ള 2 ഉള്ളൂ യൂസർ നെയിം പാസ്വേഡും അപ്പൊ അതുകൊണ്ട് 2 കോളംസ് പിക്ക് ചെയ്യണം ഫ്രം ലോഗിങ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഡാറ്റ പിക്ക് ചെയ്യണം ദെൻ കണ്ടീഷൻ പറയുന്നുണ്ട് വേർ യൂസർ നെയിം ഇസ് ഈക്വൽ ടു യൂസർ 1 കേട്ടോ ഇതാണ് യൂസർ ഈ യൂസർ ഡാറ്റാബേസിൽ എവിടുന്ന ഈ യൂസർ 1 കിട്ടിയത് ഈ ഒരു ഡിസൈൻ വിൻഡോയിൽ ഇവിടെ നിന്നാണ് യൂസർ കിട്ടുക ഈ യൂസർ എവിടെ ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും അതാണ് ഇവിടെ പിക്ക് ചെയ്ത് അപ്പൊ ആ യൂസർ 1 ആയിരിക്കണം ഇവിടെ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിം തന്നെ ആയിരിക്കും ഡാറ്റാബേസ് ഉണ്ടാവേണ്ടത് ചെക്ക് ചെയ്ത് നോക്കണം ആൻഡ് കൂടാതെ പാസ്വേഡ് ഇസ് ഈക്വൽ ടു PSD ഈ PSD എന്നാണ് ഇവിടെ കിട്ടുന്നത് ഇതാ ഇവിടെ ഇത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇവിടെ അപ്പൊ ആ ഡാറ്റാബേസിന് ഇവിടെ ടൈപ്പ് ചെയ്ത കണ്ടന്റുകളും ഈ ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ 2 പിക്ക് ചെയ്യുന്ന പറയുന്നത് ഇത് ഞാൻ കൊറി എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊറി എക്സിക്യൂട്ട് ചെയ്യാനുള്ള PG കൊറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കാം PG കൊറി കൊറി ഈ കണക്ഷൻ സ്ട്രിംഗ് ഉപയോഗിച്ചിട്ട് ഈ കൊറി എക്സിക്യൂട്ട് ചെയ്യും ദെൻ അതിന്റെ ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യും റിസൾട്ട് എന്ന ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യും ഓക്കെ അല്ലെ
ഈ റിസൾട്ട് എന്ന വേരിയബിൾ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് കിട്ടും. ഇനി ഒരു കണ്ടീഷൻ പറയുന്നത്, കണ്ടീഷൻ അല്ല ഒരു ഫംഗ്ഷൻ നോക്കി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, pg num rows എന്തിനാ ഉപയോഗിക്കുക? റിസൾട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ എത്ര റോസ് ഉണ്ടെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ ഡാറ്റ ഒന്നും ഇല്ലെങ്കിലും ഒന്നും വരില്ല. അപ്പൊ ഇവിടെ ഈ ഡാറ്റാബേസ് എത്ര റോസ് ഉണ്ട്? ആക്ച്വലി എത്ര റോ ഉണ്ടായിരിക്കണം? ഒരു റോ ഉണ്ടായിരിക്കണം, വേണ്ടേ? ആ യൂസർ നെയിം പാസ്വേഡ് മാച്ച് ചെയ്യുന്ന ഒരു വാല്യൂ ഡാറ്റാബേസ് ഉണ്ടായിരിക്കണം. നമ്മൾ രണ്ട് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. കാരണം എന്താ, നമുക്ക് ഡാറ്റാബേസ് ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇൻസെർട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ പ്രൈമറി കീ കൊടുക്കാറുണ്ട്. യൂസർ നെയിം പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ പ്രൈമറി കീ, ടേബിളിൽ പ്രൈമറി കീ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരേ ഡാറ്റ ഒരേ രൂപത്തിൽ വരില്ല. റിസൾട്ട് ആണ് വേരിയബിളിന്റെ ഇവിടെ റോസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. എത്ര റോസ് ഉണ്ടായിരിക്കും? 1 റോ ഉണ്ടായിരിക്കും. ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂസർ നെയിമും പാസ്വേഡും മാച്ചിങ് ആണെങ്കിൽ എത്ര റോ ഉണ്ടായിരിക്കും? ഈ റിസൾട്ട് എന്ന് പറഞ്ഞ കണ്ടന്റിൽ ഒരേ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പൊ അത് ആ റോ കൗണ്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. റിസൾട്ട് കൗണ്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. നോസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ കൗണ്ട് സ്റ്റോർ ചെയ്യും. എത്ര റോസ് ഉണ്ടെങ്കിൽ കൗണ്ട് സ്റ്റോർ ചെയ്യും. ആക്ച്വലി എത്ര കറക്റ്റ് റൺ ചെയ്യുമ്പോൾ എത്ര വേണം? 1 വേണം, അല്ലെ? ഒരു ഡാറ്റ മതി, ഒരു റോ മതി. ഇഫ് നോ, ഈ നോസിൽ ഡാറ്റ ഉണ്ടെങ്കിൽ, കാരണം 1 ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റോൾ നമ്പർ, അതായത് ഇവിടെ വന്ന യൂസർ നെയിമിന്റെ പേര് എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത നെയിം, യു ആർ ലോഗ്ഡ് സക്സസ്ഫുള്ളി ആണ് മെസ്സേജ് വരുന്നത്. ഓക്കെ. ഇനി നമ്പേഴ്സിൽ ഡാറ്റ ഇല്ലെങ്കിലോ, നമ്പറായി ഡാറ്റ 1 ഡാറ്റ ഒരുപോലെ ഡാറ്റ ഇല്ല. ഇപ്പോൾ രാജു മംഗള നമ്മൾ ഫസ്റ്റ് കണ്ടത്, അതിന് പകരം രാജുവിന് കൊടുത്തു, മംഗളയ്ക്ക് പകരം നമുക്കൊരു വേറൊരു നെയിം കൊടുത്തു, ദെൻ കോഴിക്കോടിന് കൊടുത്തു. അപ്പോൾ രണ്ടും മാച്ച് ചെയ്യില്ല. ഈ യൂസർ പാസ്വേഡ് മാച്ച് ആവില്ല. അപ്പൊ ഇത് റിസൾട്ടിൽ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ഈ റിസൾട്ട് ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുവരെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുമ്പോൾ 0 റോസ് ആയിരുന്നു, വാല്യൂ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. ആ ബ്ലാങ്ക് റോ അതുകൊണ്ട് തന്നെ ലോഗിൻ ഡിനൈൽഡ് എന്നുള്ള മെസ്സേജ് വരും. നോക്കാം, പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. രാജു കോഴിക്കോട്, നമുക്ക് കോഴിക്കോടും കൊടുത്തു നോക്കാം. ഇങ്ങനെ ഡാറ്റാബേസ് ഇല്ലല്ലോ, ലോഗിൻ ചെയ്യും. ജസ്റ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ലോഗിൻ ഡിനൈൽഡ്. കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, കാരണം കണക്ഷൻ കിട്ടുമല്ലോ, കണക്ഷന് പ്രോബ്ലം ഒന്നും ഇല്ല. കോഡ് നോക്കി, ഇതുണ്ട്, കോളേജിന്റെ ഡാറ്റാബേസ് ആണ്, യൂസർ നെയിം ആണ്, പാസ്വേഡും ഇത് കറക്റ്റാ. അപ്പൊ ഡാറ്റാബേസ് കണക്ഷൻ കിട്ടി, പക്ഷെ എന്തില്ല? ലോഗിൻ കിട്ടിയില്ല, കാരണം അതിന് യൂസർ ഐഡിയും പാസ്വേഡും ഇല്ല. അതാണ് കണ്ടന്റ്. അപ്പൊ നമുക്ക് അതിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് രാജു, ദെൻ മൻകട എന്ന് കൊടുത്തില്ലേ, ദെൻ ലോഗിൻ ചെയ്ത് നോക്കാം. കണ്ടോ, രാജു യു ആർ ലോഗ്ഡ് സക്സസ്ഫുള്ളി, കറക്റ്റ് ആയി ലോഡിങ് വന്നിട്ടുണ്ട്. ആ നെയിമിൽ നമുക്ക് വേറെ ഏത് കൊടുത്തു കഴിഞ്ഞാലും ആക്സസ് ചെയ്യും. മങ്കട, അതുപോലെ റാണി മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, റാണി മലപ്പുറം. ഓക്കെ, വന്നല്ലോ. റാണി യു ആർ ലോഗ്ഡ് സക്സസ്ഫുൾ. ഇത് മാത്രമല്ല ഒരു പ്രോഗ്രാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ വലിയൊരു വെബ്സൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ലോഗിൻ എന്നത്. അപ്പൊ അതിനുള്ള കോഡാണ് ഈ കാണുന്നത്. ഈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ വേറെ ചെയ്യാൻ കഴിയും, ആ ഒരു കണ്ടന്റ് ഒക്കെ നമുക്ക് താഴെ വീണ്ടും കോഡ് നമ്മൾ എഴുതും. ഓക്കെ അല്ലേ?